ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്നലെ തന്നെ പറയണം എന്ന് വിചാരിച്ചാണ് വിട്ടുപോയി. ഞാൻ ഫേസ്ബുക്കിൽ ചാനലിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ താല്പര്യമുള്ളവർ അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യൂ. സോ ദാറ്റ് അവിടെയും ഞാൻ കുറച്ച് ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും ഒക്കെ അതിൽ പറ്റുമോ അറിയില്ല, എനിക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഓക്കെ, സോ ഫേസ്ബുക്കിലും ഞാനുണ്ട്. ഞാനിവിടെ താഴെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ ആ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അതിൽ ത്രൂ നിങ്ങൾ ജോയിൻ ചെയ്യുക, മീൻസ് താല്പര്യമുള്ളവർ അതിലും വരാൻ ശ്രമിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജസ്റ്റ് എനർജി ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, 3 of Swords, King of Wands and Judgment. Okay, see, ഫ്യൂച്ചർ എടുക്കാം. ഓക്കെ, എനിക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹാർട്ട് ബ്രേക്ക് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷമം തട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഇത് നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട്, ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈവൻ ബ്രദർ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ആവാം. ഓക്കെ, വളരെ ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ ജോലി സ്ഥലത്ത് നിങ്ങളുടെ വല്ല കൊളീഗ്സ് ആയിരിക്കാം. സോ നിങ്ങൾ എന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും, ഓക്കെ, അവരെ ഭാഗത്തു നിന്ന് മേ ബി നിങ്ങൾക്കൊരു ഒരു വിഷമം തട്ടിയ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ന്യായം വരുന്നു എന്ന രീതിക്ക് കാണുന്നുണ്ട്. എനിക്ക് ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. ലെറ്റ് മീ ജസ്റ്റ് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ. ഈ ഒരു നല്ലൊരു വേദന കിട്ടിയ പോലെ മേ ബി അവരെന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രവർത്തിച്ചതായിരിക്കാം. റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്സ് ആയാലും ബ്രദർ ആയാലും മീൻസ് ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടുകൊണ്ട് പറഞ്ഞാൽ ആരായാലും ഓക്കെ, അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓക്കെ എനിക്ക് ഒരു ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്. ലെറ്റ്സ് സീ. സോ ഇത് ഏതെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആരെങ്കിലും വ്യക്തികളായിരിക്കാം. ഓക്കെ, ട്രസ്റ്റ് വളരെയധികം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത രീതിയിൽ തോന്നുന്നുണ്ട്. അതൊരു ഒരു ഫ്രണ്ട് എന്ന രീതിക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം. അവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് നിങ്ങളെ കുറച്ച് മാനിപ്പുലേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത രീതിക്ക് എനിക്ക് എനർജി വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങളിപ്പോൾ ശരിക്കും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആ വ്യക്തി വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ മേ ബി ഏതെങ്കിലും അറിവുള്ള വ്യക്തികളായിരിക്കാം, ഈവൻ ടീച്ചർ ആവാം, സംതിങ് എന്തോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു എനർജി, മജീഷ്യൻ എനർജിയാണ്. പക്ഷേ ഒരു മാനിപ്പുലേഷൻ ഉണ്ട് ഇവിടെ. വളരെയധികം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ എവിടെയോ നിങ്ങളെ ഒരു കൺട്രോൾ വെക്കാൻ ശ്രമിച്ച രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർക്ക് കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ട് അവർ കാണിച്ചതായിരിക്കാം. ബട്ട് എവിടെയോ നിങ്ങളെ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. ബട്ട് അവരെ ഭാഗത്തും തന്നെ മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, അവരുടെ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായിരിക്കാം. കാരണം ഇവിടെ ജഡ്ജ്മെന്റ് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലെയാണ്. സോ നിങ്ങൾ ഇതുവരെ ഉണ്ടായ സിറ്റുവേഷൻസിനെ നിങ്ങളൊന്നും മനസ്സിലാക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. മേ ബി ആ മാനിപ്പുലേഷൻ നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കാം. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഇവിടെ ഒരു സ്പിരിച്വൽ കാര്യം കാണുന്നുണ്ട്. സോ എൻ്റെ മനസ്സിൽ വന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മളുടെ ഞാൻ ആരെയും ഇതാക്കി പറയല്ല കേട്ടോ, എനിക്ക് യാതൊരു പറ്റി കാർഡ് കാണിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് പിക്ക് ചെയ്യുന്നൊരു ഇൻറ്റ്യൂഷൻ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളൊന്ന് സൂക്ഷിക്കാനുള്ളൊരു വാർണിംഗ് ആയിരിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ആസ്ട്രോളജി ചെയ്യുന്ന ആൾക്കാർ, ജ്യോതിഷം അല്ലെങ്കിൽ ഈ തരത്തിൽ നമ്മൾ ചിലവർ പറയില്ലേ എന്തെങ്കിലുമൊക്കെ റെമഡി ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. സോ സംവെയർ ഒരു മാനിപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച രീതിയിൽ എനിക്കൊരു എനർജി പിക്ക് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ഇത് എല്ലാവർക്കും അല്ല, ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക്, നിങ്ങൾക്ക് ആർക്കോ ഇത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാർക്കും ഒരു മെസ്സേജ് എത്താനുണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്ന പാസ്റ്റിൽ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളെ നന്നായിട്ടൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ അവരെങ്ങനെയോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, അതല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സ് ആയാലും ആരായാലും ശരി, ഓക്കെ, എവിടെയോ നിങ്ങളെ ഒരു മാനിപ്പുലേഷൻ നടന്ന രീതിക്ക്, പ്രത്യേകിച്ച് ഇത് റിലീജിയൻ എന്ന രീതിക്ക് എടുക്കും. സോ റിലീജിയസ് ബിലീഫ്സ്, നിങ്ങളുടെ വിശ്വാസം ത്രൂ ആരോ നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പോയി ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തലവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, സൂക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എനിവേ ഇവല്ല, ഇപ്പം ഞാനടക്കം എന്താ പറയുക. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, സോറി. നെഗറ്റീവ് ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, എന്തായാലും ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് എന്ത് രീതിയിലുള്ള ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൂടെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് എന്താ പറയുന്നത്? നൈറ്റ് ഓഫ് വാൻഡ്സ്,
7 of Wands. നിങ്ങൾ എവിടെയോ സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിലോ വിട്ട് മാറാനുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് വിട്ട് കളയാനുണ്ട്, മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ചില ഇൻഫോർമേഷൻ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ആരാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം നിങ്ങൾ തിരിച്ചറിയുന്ന രീതിക്കാണ്. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വോക്കവേ ചെയ്യും. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളത് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ആരോ. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലാവാം. അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്കിൽ നിർത്തുന്നത്. പല രീതിയിലായിരിക്കാം നിങ്ങളെ എന്തെങ്കിലും ഇവിടെ. പക്ഷേ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു കഴിവിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കൂ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ തന്നെ ശരിക്കും എവിടെ ബ്ലോക്ക് ആക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ്. ബട്ട് ഐ തിങ്ക് നിങ്ങളെ ബ്ലോക്ക് ആക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് മുന്നോട്ട് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിന് ഈ ഒരു മാനിപ്പുലേഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ മാറണം. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ട്. ഐ തിങ്ക് ഇത് മെയിൻലി ഇതിപ്പോൾ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ ഈ കാര്യം നോക്കണ്ട. ഓഫീസിലാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കഴിവുകൾ പുറത്ത് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ റെക്കഗ്നൈസ് ചെയ്യാതെ വല്ലവരും നിങ്ങളെ താഴ്ത്താനൊക്കെ ശ്രമിച്ച് കാണാം. ചിലപ്പോൾ അതായിരിക്കാം. ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഈവൻ റിലേഷൻഷിപ്പിലോ ഒക്കെ ചെറുതായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങളെ ഒരു കൺട്രോൾ വെക്കാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള സമയമായി എന്നാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് തിരിച്ചറിയും, പേടിക്കണ്ട. ഓക്കെ, യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുമ്പിൽ ആ സത്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ആരെയാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ നന്നായി ആലോചിച്ചിട്ട് മതി. ഓക്കെ, നമുക്ക് കാർഡ്സ് വേറെന്താ കാണുന്നത്, അഡ്വൈസ് കാർഡ്സ് ആയിട്ട് എടുക്കാം. ബ്ലോസമിങ് അബണ്ടൻസ്. യെസ്, ഇവിടെ ഒരു ഫാമിലി കാർഡ് ഉണ്ടായിരുന്നു. ഫൈൻ. ബ്ലോസമിങ് അബണ്ടൻസ്, ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്, ടെമ്പിൾ പാത്ത്. യെസ്, സ്പിരിച്വൽ, വുമൺ ഹോൾഡിങ് എ കോയിൻ, സൺ നേരത്തെയും വന്നിരുന്നു. ആൻഡ് യെസ്, അറ്റാച്ച്മെൻ്റ് എന്ന് പുറത്തു വരാനാണ് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. സോ നിങ്ങളെ ഒരു ആരോ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ എന്തെങ്കിലും പെടുത്തി നിർത്തിയതായിരിക്കാം. അതിൽ നിന്ന് പുറത്തു വരാനാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈവൻ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പറയില്ല എപ്പോഴും ആരെങ്കിലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതിക്ക് എനിക്കൊരു എനർജി വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വളരെ നമ്മൾ അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തിനോടോ ആയിപ്പോയിട്ടുണ്ട്. അതിനെ വിട്ട് കളയാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മോൺ ചെയ്യാൻ ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ്. ഓക്കെ, ഇവിടെ ബ്ലോസമിങ് അബണ്ടൻസി, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമ്പോൾ, ആ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമ്പോൾ, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, ചിലത് വിട്ട് കളയുക, ചിലതിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലോസമിങ് അബണ്ടൻസ്, നിങ്ങൾക്ക് ലൈഫ് ബെറ്റർ ആവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഗ്രോത്തിൻ്റെ സമയം വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നൈറ്റ് ഓഫ് വാൻസ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. പുറമേയുള്ള കാര്യങ്ങളിൽ സ്റ്റക്ക് ആവാതെ, പുറമേയുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കൂടുതൽ അഡിക്റ്റ് ആവാതെ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ അറ്റാച്ച്മെൻറ്റ് പറഞ്ഞല്ലോ. ഓക്കെ, അറ്റാച്ച്മെൻറ്റ്സ് നിന്ന് പുറത്ത് വന്ന് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ഓക്കെ, മറ്റുള്ളവരിലോ വേറെ കാര്യങ്ങളിലോ നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് വെക്കാതെ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ആൻഡ് ടെമ്പിൾ പാത്ത് കൂടുതൽ നല്ലോണം പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് ഈ സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ. ഓക്കെ, സണ്ണുണ്ട് ഇവിടെ, പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന രീതിക്കാണ്, ഹാപ്പിനെസ് സന്തോഷം എന്ന രീതിക്കാണ്. എന്ന് മാത്രമല്ല ഇത് കാര്യങ്ങൾ നിങ്ങൾ തെളിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവാം. നല്ലോണം പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. വുമൺ ഹോൾഡിംഗ് ആ കോയിൻ കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ജോലി കരിയറിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടാവും എന്നും കാണുന്നുണ്ട്. സോ ഇവിടെ പക്ഷേ ചിലത് നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അത് മനസ്സിലാക്കി അവിടെ നിന്ന് മാറുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ മാറുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ നമ്മൾ പറയില്ല ഒരു പുതിയ വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്ന പോലെയാണ്. ഓക്കെ, സോ ഇന്നത്തെ എനർജി എനിക്കത് എന്തുകൊണ്ടോ എനിക്ക് ഫുള്ളായിട്ട് പറയാനൊരു ധൈര്യം വരുന്നില്ല സത്യം പറഞ്ഞാൽ. സോ നിങ്ങൾ അവനവൻ്റെ ലൈഫ് എടുത്ത് ഒന്ന് പരിശോധിക്കാം. എന്തിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. അത് ചില കാര്യങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വരട്ടെ. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പേടിക്കേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.